ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കഴിഞ്ഞ LGS എക്സാമിനൊരു 10 ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാം. നമ്മുടെ സിലബസിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഭൂമിശാസ്ത്രം, അതുപോലെ നദികൾ, കായലുകൾ, ആ ഭാഗത്ത് നിന്ന് 10 മാർക്കിനായിരുന്നു നമുക്കുണ്ടായത്. ആ 10 ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്ന ഏരിയ നിങ്ങൾ നോക്കിയോ. ഒന്നാമത്തെ നോക്കിയോ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ട് തെറ്റായ പ്രസ്താവന ഏത്, അതേപോലെ കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച് ശരിയായത് ഏത്, കേരളത്തിൻ്റെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച് ശരിയായത്, അതുപോലെ കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക, കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ചിട്ട് ശരിയായ പ്രസ്താവന, പിന്നെ കേരളത്തെ ജലാശയങ്ങളെ സംബന്ധിച്ചിട്ട് ശരിയായ പ്രസ്താവന. അതുപോലെ ഇങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഈ 10 ക്വസ്റ്റ്യനും എവിടുന്നാണ് വന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5ാമത്തെ മൊഡ്യൂൾ നോക്കിയാൽ നിങ്ങൾ കേരള ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇതേപടി ചോദിച്ചിരിക്കുന്ന 10 മാർക്കിനാണ് നമുക്ക് ഇവിടെ സിലബസ് തന്നിട്ടില്ല. കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? 10 ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നോക്കാം. നമുക്ക് അത് തന്നെയായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇനിയും അടുത്ത എക്സാമ്പിളും ചോദിക്കുന്നത്. അപ്പോൾ നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം എന്താ? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ഒന്നാമത് 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, ശരിയാണ്. 87 മുനിസിപ്പാലിറ്റികളും അതുപോലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനും ഉണ്ട്. അർദ്ധ നഗരങ്ങളിൽ ഭരണം നടത്തുന്നത് ആരാ? നഗരപഞ്ചായത്തുകളാണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. ആ പ്രസ്താവന എന്താ? തെറ്റല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നിട്ടാണോ വാർഡ് പഞ്ചായത്ത് ഉണ്ടാകുന്നത്? അല്ലല്ലേ, നേരെ ഓപ്പോസിറ്റ്. അതായത് നിരവധി വാർഡുകൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാമപഞ്ചായത്തുകളായിട്ട് മാറുന്നത്. അപ്പം 4ാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. കേരളം എപ്പോൾ നിലവിൽ വന്നത്? കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1956 നവംബർ 1 എന്ത് ചെയ്യുന്നത്? കേരള സംസ്ഥാനം നിലവിൽ വരുന്നത് അല്ലേ. വരുന്ന സമയത്ത് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ. കേരളം നിലവിൽ വരുന്ന സമയത്ത് 5 ജില്ലകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാത്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. അങ്ങനെ 5 ജില്ലകളാണ് കേരളം രൂപീകൃതമാകുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ വിസ്തീർണം പഠിച്ചു വെക്കാം. 38,863 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു കേരളത്തിന്റെ വിസ്തീർണം. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് നിലവിൽ? 14 ജില്ലകളുണ്ട്. തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ? കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ 14 ജില്ലാ പഞ്ചായത്തുകളുണ്ട്. ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ അത് 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. റവന്യൂ ഡിവിഷൻ ചോദിച്ചാൽ 27 റവന്യൂ ഡിവിഷനുകളുണ്ട്. റവന്യൂ വില്ലേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ 1664 റവന്യൂ വില്ലേജുകളുമുണ്ട്. റവന്യൂ ഡിവിഷൻ ആണെങ്കിൽ എത്ര? റവന്യൂ ഡിവിഷൻ ആണെങ്കിൽ 27 റവന്യൂ ഡിവിഷനുകൾ. റവന്യൂ വില്ലേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ എത്ര? 1664 റവന്യൂ വില്ലേജുകളുണ്ട്. എത്ര കോർപ്പറേഷൻ ഉണ്ട് കേരളത്തില്? കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6 അല്ലെ. കേരളത്തിൽ എത്ര കോർപ്പറേഷൻ ഉണ്ട്? 6 കോർപ്പറേഷനുകളാണ് കേരളത്തിലുള്ളത്. എത്ര മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭകൾ എത്രയുള്ളത്? 87 നഗരസഭകളാണ് കേരളത്തിലുള്ളത്. 87 നഗരസഭയാണെങ്കിൽ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 78 ആകും. 78 താലൂക്കുകളാണ് കേരളത്തിലുള്ളത്. ഓർത്തു നോക്കുക, കോർപ്പറേഷൻ എത്രയാ? 6 കോർപ്പറേഷൻ. 87 നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ, 78 താലൂക്കുകളുമുണ്ട്. ഇനി എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തില്? കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് ചോദിച്ചാൽ എത്രയാ? 140 നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത് അല്ലെ. എത്രയാ? 140 നിയമസഭാ മണ്ഡലങ്ങളാണ് എവിടെയുള്ളത്? കേരളത്തിലുള്ളത്. ഇനി അതില് എത്ര പട്ടികജാതി സംവരണ മണ്ഡലം ചോദിച്ചാൽ എത്രയാ? 14 എണ്ണം കേട്ടോ. 14 എണ്ണം. പട്ടികവർഗമാണെങ്കിൽ എത്രയാ? 2 എണ്ണം. SC റിസർവ് ചെയ്ത സീറ്റുകളുടെ എണ്ണം 14 എണ്ണമാണ്. ST ആണെങ്കിൽ 2 എണ്ണമാണ്. ഏതില്? ഈ 140 നിയോജക മണ്ഡലങ്ങളില്, നിയമസഭാ മണ്ഡലങ്ങളില് 14 എണ്ണം SC വേണ്ടി സംവരണം ചെയ്തിട്ടുണ്ട്. 2 എണ്ണം ഇവിടെ STക്ക് വേണ്ടിയിട്ടും സംവരണം ചെയ്തിട്ടുണ്ട്. ഈ 2 എണ്ണം ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് മാനന്തവാടിയും ഒന്ന് സുൽത്താൻ ബത്തേരി കേട്ടോ. ഒന്ന് മാനന്തവാടി, ഒന്ന് സുൽത്താൻ ബത്തേരി. ഇത് രണ്ടും എവിടെയാ? വയനാട് ജില്ലയിലാണ്. ഇനി എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തില്? കേരളത്തിലെ ലോക്സഭാ
മണ്ഡലങ്ങൾ ചോദിച്ചാൽ എത്രയാ? 20 ലോക്സഭാ മണ്ഡലങ്ങൾ കേട്ടോ. കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് എവിടെയുള്ളത്? കേരളത്തിലുള്ളത്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാ? 20. ഇനി എത്ര രാജ്യസഭാ സീറ്റുകളുണ്ട്? 9 രാജ്യസഭാ സീറ്റുകളാണ് എവിടെയുള്ളത്? ഈ കേരളത്തിലുള്ളത്. കേരളത്തിന്റെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 9 എണ്ണമാണ്. ഇനി ലോക്സഭാ സീറ്റുകൾ നമ്മൾ പറഞ്ഞു 20 എണ്ണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഇതില് 2 സീറ്റുകൾ എസ്-സിക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുണ്ട്. ആലത്തൂറും മാവേലിക്കരയും കേട്ടോ. ആലത്തൂറും മാവേലിക്കരയുമാണ്. ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വലിപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാ? വലിപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 21 ആട്ടോ. വലിപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാ? 21 ആയിരുന്നു. ഇനി ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാ? 13ാമത് കേട്ടോ. ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാ? 13ാമതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ റിലേറ്റഡ് ഫാക്ടുകൾ ഇങ്ങനെ പഠിച്ചു നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. രണ്ടാമത്തെ എന്താ? കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സമുദ്രതീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ. 1, കേരളത്തിന്റെ കടൽ തീരം 590 കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്നു, വ്യാപിച്ചു കിടക്കുന്നു. ശരിയാണ്. നിലവിൽ 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഇത്? കേരള ജലകൃഷി വികസന ഏജൻസി അഥവാ അഡാക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താ? ഈ 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പൊ പഠിച്ചു വെക്കണം. കേരളത്തിന്റെ കടൽ തീരം എത്രയാ? 590 കിലോമീറ്റർ ആണ്. നിലവിലെ സംസ്ഥാനത്ത് എത്രയുണ്ട്? 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഇത്? കേരള ജലകൃഷി വികസന ഏജൻസി എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കാം. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപെക്സ് ഫെഡറേഷൻ ആണ് ഇത്? മത്സ്യഫെഡ് എന്ന് പറഞ്ഞു കേട്ടോ. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപെക്സ് ഫെഡറേഷൻ ആണ് ഇത്? മത്സ്യഫെഡ് എന്ന് പറയുന്നത്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാ? മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേട്ടോ. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാ? തിരുവനന്തപുരമാണ്. മത്സ്യഫെഡിന്റെ ഒരു ഉൽപ്പന്നമുണ്ട്. ഏതാ? ന്യൂട്രി ഫിഷ് കേട്ടോ. മത്സ്യഫെഡിന്റെ ഉൽപ്പന്നം ഏതാ? ന്യൂട്രി ഫിഷ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് എവിടെയാ? ആലപ്പുഴ കേട്ടോ. ആലപ്പുഴയിലെ അരൂരിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് നിലവിൽ വന്നത്. ഇനി കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ഏതാ? 1966 കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ ഏതാ? 1966 കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമാകുന്നത്. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മത്സ്യം ഏതാ? മത്തി കേട്ടോ. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ചോദിച്ചാൽ ഏതാ? മത്തിയാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചോദിച്ചാൽ ഏതാ? ചെമ്മീൻ കേട്ടോ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചോദിച്ചാൽ ചെമ്മീനാണ്. ഇനി ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ചോദിച്ചാൽ ഏതാ? മിസ് കേരള. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് ഏത്? മിസ് കേരള എന്ന് പറയുന്നത്. ഇനി സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ചോദിച്ചാൽ ഏതാ? കൊല്ലം ജില്ല കേട്ടോ. സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ചോദിച്ചാൽ ഏതാ? കൊല്ലം ജില്ലയാണ്. അതുപോലെ നീണ്ടകര ഏത് മേഖലയിലാണ് പ്രശസ്തം? നീണ്ടകര മത്സ്യബന്ധനത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ഇത്? നീണ്ടകര അല്ലെ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് എവിടെയാ? നീണ്ടകരയിലാണ് അല്ലെ. നീണ്ടകരയാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഇതാ? നമ്മുടെ കേരളം കേട്ടോ. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? കേരളമാണ്. അതേപോലെ മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. ഏതാ? മാതൃകാ മത്സ്യഗ്രാമം. മാതൃകാ മത്സ്യഗ്രാമം. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്? മാതൃകാ മത്സ്യഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ചോദിച്ചാൽ ഏതാ? കുമ്പളങ്ങി കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ചോദിച്ചാൽ ഏതാ? കുമ്പളങ്ങിയാണ്. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാരും അതുപോലെ ഫിഷറീസ് വകുപ്പും നടത്തുന്ന പദ്ധതി ഉണ്ട്. ഏതാ? ഒരു നെല്ലും ഒരു മീനും. ഒരു നെല്ലും ഒരു മീനും. ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി ഏതാ? അത് മുറ്റത്തൊരു മീൻതോട്ടം. മുറ്റത്തൊരു മീൻതോട്ടം. അതുപോലെ വേറെ കൂടി ഓർത്തു നോക്കുക. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം ഓർത്തു നോക്കണം. 1988. 1988 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നത്. ഇനി അടുത്ത ചോദ്യം,
കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച് തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ മതികെട്ടാൻ ചോല വയനാട് തെറ്റാണ്. മതികെട്ടാൻ ചോല എവിടെയാ? ഇടുക്കി ജില്ലയിൽ അല്ലെ. ഇനി പാമ്പാടും ചോല ഇടുക്കി ശരിയാണ്. ആറളം കണ്ണൂർ ശരിയാണ്. കരിമ്പുഴ കൊല്ലം എന്നുള്ളതും തെറ്റാണ്. എവിടെയാ? മലപ്പുറത്തും പാലക്കാടുമായിട്ടാണ് ഏതുള്ളത്? കരിമ്പുഴ വന്യജീവി സങ്കേതം നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും എന്ന ഭാഗത്തുനിന്നല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18 വന്യജീവി സങ്കേതം കേട്ടോ. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാ? 18 വന്യജീവി സങ്കേതമുണ്ട്. 18ാമത്തെ വന്യജീവി സങ്കേതമാണ് ഏത്? കരിമ്പുഴ കേട്ടോ. 2020 നിലവിൽ വന്ന കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ നിലവിൽ വന്ന അവസാനത്തെ വന്യജീവി സങ്കേതം. മുക്കുറുത്തി ദേശീയോദ്യാനത്തിന്റെയും സൈലന്റ് വാലിയുടെയും അതിർത്തി പങ്കിടുന്ന ദേശീയോദ്യാനമാണ് വന്യജീവി സങ്കേതമാണ് ഇത് കരിമ്പുഴ കേട്ടോ. മുക്കുറുത്തി ദേശീയോദ്യാനത്തിനും അതുപോലെ സൈലന്റ് വാലിക്കും അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതമാണ് ഇത് കരിമ്പുഴ വന്യജീവി സങ്കേതം. മലപ്പുറത്തും പാലക്കാടുമായിട്ടാണ് കിടക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുടെ ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുടെ ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാ? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവ വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാ? അതും പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതമാണ് ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. ആദ്യകാലത്ത് ഏത് പേരിൽ അറിയപ്പെട്ടത്? നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി അല്ലെ. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടതാണ് ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം നമ്മൾ പറഞ്ഞു ഏതാ? പെരിയാർ അല്ലെ. 777 കേട്ടോ. 777 ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അതേപോലെ വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഇതാ 1973 കേട്ടോ. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973 അതേപോലെ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാ? സുൽത്താൻ ബത്തേരി കേട്ടോ. സുൽത്താൻ ബത്തേരിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ 2ാമത്തെ വന്യജീവി സങ്കേതം കൂടിയാണ് ഏത്? വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ചോദിച്ചാൽ ഏതാ? ആനയാട്ടോ. ആനയാണ്. അതുപോലെ കേരളത്തിലെ 2ാമത്തെ ടൈഗർ റിസർവ് ചോദിച്ചാൽ ഏതാ? അത് പറമ്പിക്കുളം കേട്ടോ. ആദ്യത്തേത് പെരിയാറാണ്. 2ാമത്തെ ചോദിച്ചാൽ ഏതാ? പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം ഏത് ജില്ലയിലാ? പാലക്കാട് കേട്ടോ. പറമ്പിക്കുളം എവിടെയാ? പാലക്കാടാണ്. ഇനി ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാ? ചെന്തുരുണി കേട്ടോ. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാ? ചെന്തുരുണിയാണ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം കൂടിയാണ് ഏത്? ചെന്തുരുണി വന്യജീവി സങ്കേതം അല്ലെ. നെയ്യാർ എവിടെയാ? നെയ്യാർ തിരുവനന്തപുരത്ത് കേട്ടോ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നതിന് വന്യജീവി സങ്കേതമാണ് ഏത്? നമ്മുടെ നെയ്യാർ എന്ന് പറയുന്നത്. നെയ്യാർ ഏത് ജില്ലയിലാ? തിരുവനന്തപുരത്താണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് ഏത്? നെയ്യാർ വന്യജീവി സങ്കേതം. അതുപോലെ നക്ഷത്രാമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാ? ചിന്നാർ കേട്ടോ. ചിന്നാറാണ്. ചാമ്പൽ മലയാണ്ണം കാണപ്പെടുന്നതോ? അതും ചിന്നാറില കേട്ടോ. വെള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാ? അതും ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ പ്രത്യേക സസ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്ത് നിലവിൽ വന്ന ഉദ്യാനം ചോദിച്ചാൽ ഏതാ? കുറിഞ്ഞിമല സാങ്ച്വറി കേട്ടോ. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്ത് നിലവിൽ വന്ന ഉദ്യാനമാണ് കുറിഞ്ഞിമല സാങ്ച്വറി എന്ന് പറയുന്നത്. കുറിഞ്ഞി ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണ് ഏത്? നീലക്കുറിഞ്ഞി അല്ലെ. നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? കേരളത്തിൽ എത്ര ദേശീയോദ്യാനം ചോദിച്ചാൽ 5 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത്. അത് PSC പ്രകാരം കേട്ടോ. അല്ലാതെ എത്രയുണ്ട്? 6 ദേശീയോദ്യാനങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് കണക്ക് പ്രകാരം ഉള്ളത്. പക്ഷെ PSCയുടെ ആൻസർ പ്രകാരം കേരളത്തിൽ എത്രയേ ഉള്ളൂ? 5 ദേശീയോദ്യാനങ്ങളേ ഉള്ളൂ. ഞാൻ 6 ദേശീയോദ്യാനങ്ങൾ പറഞ്ഞുതരാം. ഇരവികുളം, പെരിയാറ്, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല. ഇതൊക്കെയാണ് കേരളത്തിലെ വന്യജീവി സങ്കേതം. ഈ 6 പക്ഷെ PSCക്ക് പെരിയാർ എന്തില്ല? വന്യജീവി സങ്കേതമായിട്ട് PSC കണക്കാക്കിയിട്ടില്ല. കേരളത്തിൽ 7ാമതായിട്ട് പരിഗണിക്കുന്ന ഒരു ദേശീയോദ്യാനമുണ്ട്. അത് കരിമ്പുഴ കേട്ടോ. കരിമ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാ? ഇരവികുളമാട്ടോ. ഇരവികുളം ദേശീയോദ്യാനമാണ്. 1978 ഇരവികുളത്തെ എന്ത് ചെയ്യുന്നത്? ദേശീയോദ്യാനമായിട്ട്
പ്രഖ്യാപിക്കുന്നത്? രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാ? ഇരവികുളമാണ്. കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയാ ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കുന്നത്? വരയാടിനെ അല്ലെ. കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയാ സംരക്ഷിക്കുന്നത്? വരയാടിനെ സംരക്ഷിക്കുന്നത് എവിടെയാ? ഇരവികുളത്താണ്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ചോദിച്ചാൽ ഏതാ? വരയാട് അല്ലെ. വരയാട് അല്ലെങ്കിൽ നീലഗിരി ടാറാണ്. അതുപോലെ വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ് എന്ത്? നീലഗിരി ട്രാഗ്രസ് ഹൈലോക്രിയസ് കേട്ടോ. നീലഗിരി ട്രാഗ്രസ് ഹൈലോക്രിയസ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ഏതാ? ദേവികുളം താലൂക്ക് കേട്ടോ. ദേവികുളം താലൂക്ക്. ഇനി കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന ഏതാ? സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. കേരളത്തിലേക്ക് കന്യാവനമാണ് ഏത്? സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ചോദിച്ചാൽ ഏതാ? സൈലന്റ് വാലി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ഏതാ? മണ്ണാർക്കാട്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാ? സൈലന്റ് വാലിയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേരാണ് എന്ത്? സൈലന്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്താ? മക്കാക്ക സിലനസ് അല്ലെ. മക്കാക്ക സിലനസ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം ചോദിച്ചാൽ ഏതാ? വെടിപ്ലാവുകളുടെ സാന്നിധ്യം. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം എന്താ? വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. സൈലന്റ് വാലി എന്ന പേരിന് കാരണം എന്താ? ചിവീടുകളില്ലാത്ത അല്ലെ. സൈലന്റ് വാലി എന്ന പേരിന് കാരണം എന്താ? ചിവീടുകൾ ഇല്ലാത്തതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് എന്തൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്ന്, മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ശരിയാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ശരിയാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറമല്ല, തിരുവനന്തപുരമാണ് അല്ലെ. ജനസംഖ്യ കൂടിയ ജില്ലയാണ് ഇത് മലപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് കേരളം ഇന്ത്യയിൽ ആദ്യം എന്നുള്ള ഒരു ഫാക്ട് നമ്മൾ എല്ലാ റാങ്ക് ഫയലും കാണാം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിൽ കുറേ ഫാക്റ്റുകൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആൻസർ വരുന്നത് കേരളമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് മൊത്തം വായിച്ചു തരാം. കീഴടങ്ങുന്ന നക്സലൈറ്റുകൾക്ക് തൊഴിലും സംരംഭക അവസരങ്ങളും നൽകാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഇത്? നമ്മുടെ കേരളം. നിയമസഭാ വിവരങ്ങൾ ഡിജിറ്റലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുപോലെ സ്കൂൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് ഇത്? കേരളം എന്ന് പറയുന്നത്. ഔദ്യോഗിക രേഖകളിൽ ദളിത്, ഹരിജൻ എന്നീ പദങ്ങൾ ഒഴിവാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കാർഷിക രംഗത്തെ നൂതന ആശയങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കാനായിട്ട് കമ്മ്യൂണിറ്റി റേഡിയോ ആരംഭിച്ച സംസ്ഥാനമാണ് ഇത്? നമ്മുടെ കേരളം. അതുപോലെ സിഗരറ്റ് നിരോധിച്ച നാലാമത്തെ സംസ്ഥാനമാണ് ഇത്? കേരളം. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് 48 മണിക്കൂർ ചികിത്സ സൗജന്യമാക്കുന്നതിനായിട്ട് ട്രൂമാ കെയർ പ്രോഗ്രാം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഇത്? നമ്മുടെ കേരളം. അതുപോലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനായിട്ട് സർക്കാർ മാർഗരേഖ പ്രാബല്യത്തിൽ ഇറക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്? നമ്മുടെ കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ശിശുമരണ നിരക്ക് കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം നമ്മൾ പറഞ്ഞു. എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സൗകര്യം ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം. ഇതല്ലേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് അല്ലേ? എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സൗകര്യം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്? നമ്മുടെ കേരളം. ഇനി ഇന്ത്യയിലെ ഡിജിറ്റൽ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് കൂടിയ സംസ്ഥാനവും നമ്മുടെ കേരളമാണ്. കുറച്ചുകൂടി ഉണ്ട്. സമ്പൂർണ്ണ വനിതാ പോലീസ് ബറ്റാലിയൻ ആരംഭിച്ച സംസ്ഥാനം ഏതാ? കേരളമാണ്. ടൂറിസത്തെ വ്യാവസായികമായിട്ട് അംഗീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാ? കേരളമാണ്. എയർ ആംബുലൻസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ലോട്ടറി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കേരളം. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അതിലുണ്ടല്ലോ അല്ലെ. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം അല്ലേ. പ്രവാസികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. വാട്ടർ മെട്രോ പ്രൊജക്ട് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഇതല്ലേ? കൊച്ചി വാട്ടർ മെട്രോ അല്ലെ. ഇന്ത്യയിൽ പക്ഷി ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം. ഭിന്നലിംഗക്കാർക്കായിട്ട് പ്രത്യേക നയമുണ്ടാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ്. ട്രാൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയിട്ട് സഹകരണ സംഘം ആരംഭിക്കുന്ന സംസ്ഥാനം ഏത് തന്നെയാ? നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുടെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? നമ്മുടെ കേരളമാണ്.
അതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഇത് പഠിക്കണം കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളം എന്നുള്ളത് തെറ്റാട്ടോ, അത് മാറിയിട്ടുണ്ട്, കറക്റ്റ് അറിയില്ല. ഇന്ത്യയിൽ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? കേരളമാണ്. അപ്പോൾ ഇത്രയും ഫാക്റ്റുകളും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 ഫാക്ട് കിട്ടിയില്ല അല്ലേ? അതായത് പിന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കായിക പഠനം വിധേയമാക്കിയ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതേപോലെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതീകരിച്ച ആദ്യത്തെ സംസ്ഥാനവും കേരളം അല്ലേ? 2 ഫാക്ട് ഇതിലുണ്ട്. നമുക്ക് മറ്റേ ഫാക്ട് നമുക്ക് അറിയുന്നതോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണേ നിങ്ങൾ. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ശരി അല്ലാത്ത പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ പ്രസ്താവന എന്താ? കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. ശരിയാണ്. കേരളത്തിൽ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി. ശരിയാണ്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ പദ്ധതിയാണ് നീണ്ടകര. തെറ്റാണ്. വിഴിഞ്ഞമാണ് അല്ലേ? നാലാമത്, പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. അതും എന്താണ്? ശരിയാണ് അല്ലേ? നമ്മൾ കുറേ കേരളത്തെ പറ്റി പഠിച്ചില്ലേ, ആ ഭാഗത്ത് ഉണ്ടായിരുന്നല്ലോ ഇത്. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തെറ്റായത് 3 മാത്രം അല്ലേ? അപ്പോൾ നമ്മുടെ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചിട്ട് താപവൈദ്യുതി പദ്ധതികളെ കുറിച്ച് നമ്മുടെ വൈദ്യുത പദ്ധതികളെ കുറിച്ചുള്ള ഭാഗം എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ടൊന്ന് നോക്കി വെക്കാം അല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ചോദിച്ചാൽ ഏതാ? ജലവൈദ്യുതി ആട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ചോദിച്ചാൽ ഏതാ? ജലവൈദ്യുതിയാണ്. അതുപോലെ KSEB സ്ഥാപിതമായ വർഷം ഓർത്തു വെക്കണം, 1957 മാർച്ച് 31 ഏത്? KSEB സ്ഥാപിതമാകുന്നത്. KSEBയുടെ ആപ്തവാക്യം എന്താ? കേരളത്തിന്റെ ഊർജം എന്നാ അല്ലെ? KSEBയുടെ ആപ്തവാക്യം എന്താ? കേരളത്തിന്റെ ഊർജം എന്നാണ്. കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാന്റെ ഔദ്യോഗിക ആസ്ഥാനം ചോദിച്ചാൽ ഏതാ? കൊച്ചിയാണ് അല്ലെ? എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ്. നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ചോദിച്ചാൽ ഏതാ? ജലവൈദ്യുതിയാണ് നമ്മൾ പറഞ്ഞു അല്ലെ? അതിൽ 69% കേരളത്തിലെ വൈദ്യുതി ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് ജലവൈദ്യുത പദ്ധതി എന്ന് ചോദിച്ചാൽ എത്രയാ? 69% ഏത് തന്നെയാ? ജലവൈദ്യുത പദ്ധതിയാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഏതാ? നദി പെരിയാറാണ് അല്ലെ? കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരം ചോദിച്ചാൽ ഏതാ? തിരുവനന്തപുരം അല്ലെ? ഏതാ വർഷം? 1929 കേരളത്തിൽ പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ച ആദ്യത്തെ ജില്ല, കേരളത്തിലെ പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ച ആദ്യത്തെ ജില്ല ചോദിച്ചാൽ ഏതാ? അത് പാലക്കാട് അല്ലെ? പാലക്കാടാണ്. അതുപോലെ KSEBയുടെ നമ്മുടെ വൈദ്യുത ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ, ഒരുമയാട്ടോ. ഒരുമയാണ് കേരളത്തിലെ പിന്നെ പള്ളിവാസൽ അല്ലേ? നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? പള്ളിവാസൽ എന്ന് പറയുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം ചോദിച്ചാൽ ഏതായിരുന്നു? നമ്മൾ 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ല അല്ലെ? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കിയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ചെങ്കുളം. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? ചെങ്കുളമാണ്. 1954 കേരളത്തിലെ ആദ്യത്തേത് പള്ളിവാസല്, രണ്ടാമത്തേത് ചോദിച്ചാൽ ഏതാ? ചെങ്കുളമാണ് അല്ലെ? പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഏതാ? മുതിരമ്പുഴയിൽ കേട്ടോ. പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരമ്പുഴയിലാണ് ഏത്? പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി ചെങ്കുളം പദ്ധതി നമ്മൾ പറഞ്ഞു രണ്ടാമത്താന്ന് പറഞ്ഞു അല്ലെ? ഏത് നദിയിലാ? മുതിരമ്പുഴയിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദി ചോദിച്ചാൽ ഏതാ? മുതിരമ്പുഴയിലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. വർഷം ഓർത്തു വെച്ചോ, 1975 ഒക്ടോബർ 4 കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ആരംഭിച്ച വർഷം 1975 ഒക്ടോബർ 4 ഇടുക്കിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം ചോദിച്ചാലും ഏത് തന്നെയാ? 1975 ഒക്ടോബർ 4 പക്ഷേ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇടുക്കി ഡാമിൽ നിന്ന് വ്യാവസായികമായിട്ട് പിന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം ചോദിച്ചാൽ അത് ഏത് എഴുതണം നമ്മൾ? അത് 1976 ഫെബ്രുവരി 12 കേട്ടോ. 1976 ഫെബ്രുവരി 12 ഇങ്ങനെയും ചോദിക്കാം.
ഇടുക്കി ജലവൈദ്യുത പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ച വർഷം ചോദിച്ചാലും ഏത് തന്നെയാ? 1976 പക്ഷേ ഇടുക്കിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ 1975 തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വ്യാവസായികമായിട്ട് ആരംഭിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചാലും, അതുപോലെ രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് ചോദിച്ചാലും ഏത് വർഷം? 1976. അതുപോലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് സഹായിച്ച രാജ്യം ചോദിച്ചിട്ടുണ്ട്, ഏതാ? കാനഡ അല്ലെ, കാനഡയാണ്. അതുപോലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാ? 780 മെഗാവാട്ട് അല്ലെ, 780 മെഗാവാട്ടാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മൂലമറ്റത്താണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മൂലമറ്റത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നതും എവിടെയാ? മൂലമറ്റം അല്ലെ, മൂലമറ്റമാണ്. ഇനി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കേട്ടോ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് നമ്മുടെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. വർഷം 1972 കോഴിക്കോട് ജില്ലയിലാണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയമാണ് ഏത്? ശബരിഗിരി അല്ലെ, ശബരിഗിരി. ഏത് ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയാ പമ്പാ നദിയിലും കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഏതിന്റെ? ശബരിഗിരിയുടെ കേട്ടോ, ശബരിഗിരിയുടേതാണ്. ശബരിഗിരി ഏതാ വർഷം? 1966 കേട്ടോ. ശബരിഗിരി ഏതാ വർഷം? 1966. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാ? പത്തനംതിട്ട ജില്ലയിലെ, പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലാണ്. ഇനി സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളെ, കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് ഏതൊക്കെ? മണിയാറും കുത്തുങ്കലും കേട്ടോ. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് ഏതൊക്കെ? മണിയാറും കുത്തുങ്കലും അല്ലെ, മണിയാറ്, കുത്തുങ്കൽ, അതുപോലെ ഉള്ളങ്കലുണ്ട് കേട്ടോ. ഉള്ളങ്കൽ. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഏതാ? കൂത്തുങ്കൽ കേട്ടോ. കൂത്തുങ്കൽ എവിടെയാ? ഇടുക്കി ജില്ലയിൽ, ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതി ഉൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ ഏതാ? മാങ്കുളം കേട്ടോ. ഇടുക്കി ജില്ലയിലെ മാങ്കുളം പഞ്ചായത്താണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതി ഉൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ ഏതാ? മാങ്കുളമാണ്. ഇനി സ്വന്തമായിട്ട് മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചോദിച്ചാൽ ഏതാ? പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. സ്വന്തമായിട്ട് മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചോദിച്ചാൽ ഏതാ? പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഏതാ? മീൻവല്ലം കേട്ടോ. മീൻവല്ലമാണ്. മീൻവല്ലം ഏത് നദിയിലാ? തൂതപ്പുഴയിൽ കേട്ടോ. മീൻവല്ലം വൈദ്യുത പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൂതപ്പുഴയിലാണ്. ഇനി കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഏത്? തൃശൂർ കോർപ്പറേഷൻ. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് ഇത്? തൃശൂർ എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ചോദിക്കാം, ഏതാ? കണ്ണാടി കേട്ടോ. കണ്ണാടി എവിടെയാ? കണ്ണാടി പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലാണ്. ഇനി സമ്പൂർണ്ണമായിട്ട് വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ ഏതാ? മങ്കട കേട്ടോ. മങ്കട എവിടെയാ? മലപ്പുറം ജില്ലയിലാണ്. ഇനി താപവൈദ്യുത പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാ? കായംകുളം NTPC കേട്ടോ. കായംകുളം NTPC ആണ്. കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ആലപ്പുഴ ജില്ലയിലെ ചൂളത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്തോട്. ആലപ്പുഴ ജില്ലയിലെ ചൂളത്തെരുവാണ്. കായംകുളം NTPC പ്രവർത്തനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1999 ജനുവരി 17 കേട്ടോ. കായംകുളം NTPC താപനിലയം പ്രവർത്തനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1999 ജനുവരി 17 അതുപോലെ സ്ഥാപിത ശേഷി ചോദിച്ചാൽ എത്രയാ? 350 മെഗാവാട്ട് കേട്ടോ. 350 മെഗാവാട്ടാണ്. അതുപോലെ വേറെ ഏതൊക്കെയാണുള്ളത് കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങൾ? ചീമേനി ഉണ്ട് അല്ലെ. ചീമേനിയിലേതാ? ചീമേനി കാസർഗോഡ് ജില്ലയിലാണ്. അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചാൽ പ്രകൃതി വാതകം കേട്ടോ. ചീമേനി കാസർഗോഡ് ജില്ലയിലാണ്. അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചാൽ പ്രകൃതി വാതകം. നല്ലളം എവിടെയാ? കോഴിക്കോട് ജില്ലയിൽ. അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസലാണ് കേട്ടോ. നല്ലളം കോഴിക്കോട് ഡീസലാണ്. ഇനി ബ്രഹ്മപുരം എവിടെയാ? എറണാകുളം ജില്ലയിലാണ്. ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസലാണ്. കായംകുളം എവിടെയാ? ആലപ്പുഴ ജില്ലയിലാണ്. ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചാൽ ഏതാ? നാഫ്ത അല്ലെ, നാഫ്തയാണ്. ഇനി അതുപോലെ നമ്മുടെ പാരമ്പര്യ ഇതര ഊർജ്ജ വിഭവങ്ങളുടെ ഏതൊക്കെയാണ്? നമ്മുടെ കാറ്റാടി ഫാമുകൾ, അതുപോലെ സൗരോർജ്ജമൊക്കെ ഇല്ലേ. കേരളത്തിലകത്തെ കാറ്റാടി ഫാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കഞ്ചിക്കോട് അല്ലെ. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് കേരളത്തിലകത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ KSEBയുടെ കീഴില് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം ചോദിച്ചാൽ ഏതാ? കഞ്ചിക്കോട് കേട്ടോ. കേരളത്തിലെ KSEBയുടെ കീഴിൽ നിന്ന്
കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് KSEBിയുടെ കീഴിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം ചോദിച്ചാൽ കഞ്ചിക്കോടാണ്. അതുപോലെ സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കാറ്റാടി ഫാമുകളാണ് ഇതൊക്കെ രാമക്കൽമേട്, അഗളി, അട്ടപ്പാടി. കേട്ടെ, രാമക്കൽമേട്, അഗളി, അട്ടപ്പാടിയൊക്കെ എന്താ സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാറ്റാടി ഫാമുകളാണ്. കഞ്ചിക്കോട് എവിടെയാ? പാലക്കാട് ജില്ലയിലാണ്. അട്ടപ്പാടി പാലക്കാട്, അഗളിയും പാലക്കാട്, രാമക്കൽമേട് എവിടെയാ? ഇടുക്കി ജില്ലയിൽ. അല്ലെ, ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള പാരമ്പര്യേതര ഊർജ്ജമാണ് ഇത് കാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഒരു അനേർട്ട് ഓർത്തു നോക്കണം കേട്ടോ. അനേർട്ട് എന്താ? പിന്നെ നമ്മളെ പാരമ്പര്യ ഇതര ഊർജ്ജ വികസനത്തിനായിട്ട് സ്ഥാപിതമായ ഒരു സ്വതന്ത്ര അധികാര സ്ഥാപനം ചോദിച്ചാൽ ഏതാ? അനേർട്ടാണ്. അനേർട്ട് വർഷം ഓർത്തു വെക്കുക, 1986 1986. അതുപോലെ കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പ്രദേശം ഏതാ? വിഴിഞ്ഞം. 1991 വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. ഇനി സോളാറിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ പറയാണ്ട്? സമ്പൂർണ്ണമായിട്ട് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാ? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, അല്ലെ, സിയാൽ എന്ന് പറയാം. അല്ലെ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ പഞ്ചായത്ത് ഏതാ? പെരുമാട്ടി. കേട്ടോ, ഏതാ? പെരുമാട്ടി. കേരളത്തിലെ സമ്പൂർണ്ണ സൗരോർജ്ജ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഏതാ? മുഖത്തല, അല്ലെ, കൊല്ലം ജില്ലയിലെ മുഖത്തലയാണ്. അതുപോലെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പെട്രോൾ പമ്പ് എവിടെയാ? പെട്രോൾ പമ്പ് അങ്കമാലിയിൽ. കേട്ടോ, എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ്. അതുപോലെ ഇന്ത്യയിലെ സോളാർ ക്രൂയിസ് വെസൽ നിലവിൽ വരുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? ആലപ്പുഴയാണ്. KSEBിയുടെ സോളാർ പ്ലാന്റ് എവിടെയാ? കഞ്ചിക്കോട്. KSEBിയുടെ സോളാർ പ്ലാന്റ് ചോദിച്ചാൽ എവിടെയാ? കഞ്ചിക്കോടാണ്. കേരളത്തിലെ സോളാർ പാർക്ക് ചോദിച്ചാൽ എവിടെയാ? അമ്പലത്തറ, കാസർഗോഡ്. ഇനി അടുത്ത ചോദ്യമാണ് 35ാമത്തെ ചോദ്യം, അല്ലെ, കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിലെ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ജലാശയങ്ങളെ സംബന്ധിച്ചിട്ട് ശരിയായത്: ഒന്ന്, അഷ്ടമുടിക്കായൽ കേരളത്തിന്റെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ശരിയാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ശരിയാണ്. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ നമുക്കറിയാം, കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? നമ്മുടെ കേരളം. അല്ലെ, കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? നമ്മുടെ കേരളം. കേരളത്തിലെ കായലുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 34 കായലുകളാണ് കേരളത്തിലുള്ളത്. അതിൽ 7 ഉൾനാടൻ ജലാശയങ്ങളാണ്, അതായത് കടലുമായിട്ട് ബന്ധമില്ല. ബാക്കി 27 കേരളത്തില് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളാണ്. അല്ലെ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ ഏതാ? വേമ്പനാട്ട് കായൽ. കേട്ടോ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ചോദിച്ചാലും ഏതാ? വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിലെ ദ്വീപുകളാണ് ഏതൊക്കെ? വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, പാതിരാമണല്, പെരുമ്പളൊക്കെ എവിടെയാ? വേമ്പനാട്ട് കായലിലെ ദ്വീപുകളാണ്. അതുപോലെ വേമ്പനാട്ട് കായൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ ഇത് നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം: മൂവാറ്റുപുഴ, മീനച്ചിലാറ്, പമ്പ, പെരിയാറ്, അച്ചൻകോവിലാറ്, മണിമലയാറ്. ഇതൊക്കെ എവിടെയാ പതിക്കുന്നത്? വേമ്പനാട്ട് കായൽ പതിക്കുന്ന നദികളാണ്. ഇതിൽ എന്തായാലും ഓർത്തു വെക്കേണ്ടത് പമ്പയും അതുപോലെ പെരിയാറും നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. പമ്പയും പെരിയാറും എവിടെയാ പതിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ്. കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരമാണ് ഏത്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലാ? ആലപ്പുഴയുണ്ട്, എറണാകുളത്തുണ്ട്, കോട്ടയം ജില്ലയിലുണ്ട്. അല്ലെ, കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏതിലാ? വേമ്പനാട്ട് കായൽ. അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൂടിയാണ് ഏത്? കൊച്ചി എന്ന് പറയുന്നത്. അല്ലെ, വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? പുന്നമടക്കായല്, കൊച്ചി കായൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാ? വേമ്പനാട്ട് കായലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാ? പുന്നമടക്കായല്. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം ചോദിച്ചാൽ ഏതാ? വേമ്പനാട്ട് കായലാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കായൽ ചോദിച്ചാൽ ഏതാ? അഷ്ടമുടിക്കായൽ. അല്ലെ, കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കായൽ ചോദിച്ചാൽ ഏതാ? അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചിട്ടുണ്ട്. എവിടെയാ? കൊല്ലം ജില്ല. അല്ലേ, അഷ്ടമുടിക്കായൽ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലമാണ് ഇത്? നീണ്ടകരാഴി. അല്ലെ, നീണ്ടകരാഴി. അതുപോലെ അഷ്ടമുടിക്കായൽ ഒരു ദുരന്തം നടന്നിട്ടുണ്ടായിരുന്നല്ലോ, തീവണ്ടി ദുരന്തം. 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് എവിടെ തന്നെയായിരുന്നു? അഷ്ടമുടിക്കായൽ. അല്ലെ, അഷ്ടമുടിക്കായലാണ്. അതുപോലെ പനയോല അതല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിലൊക്കെ കാണപ്പെടുന്ന കായൽ ഏതാ? അഷ്ടമുടിക്കായൽ. അല്ലെ, പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് ഏത്? അഷ്ടമുടിക്കായൽ. കേരളത്തില് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് ഏത്? മേപ്പാടി. കേരളത്തില് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ചോദിച്ചാൽ ഏതാ? മേപ്പാടിയാണ്. അല്ലെ, മേപ്പാടിയാണ്. അതുപോലെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാ? എഫ് ആകൃതിയിൽ ശാസ്താംകോട്ട. അല്ലെ, എഫ് ആകൃതിയിൽ ശാസ്താംകോട്ടയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ചോദിച്ചാൽ ഏതാ? പൂക്കോട് തടാകം. അല്ലെ, ഏതാ? പൂക്കോട് തടാകം.
ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ചോദിച്ചാൽ ഏതാ? ഉപ്പളക്കായൽ അല്ലെ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ചോദിച്ചാൽ ഏതാ? ഉപ്പളക്കായലാണ്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയുള്ള ഒരു കായലുണ്ട്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ? ഇടവ നടയറക്കായൽ കേട്ടോ. ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയുള്ള കായലാണ് ഇത് ഇടവ നടയറക്കായലുകൾ. കേരളത്തിന്റെ പ്രകൃതിയാലുള്ള ഒരു ഓക്സ്ബോ തടാകമുണ്ടല്ലോ, അതേതാ? വൈന്തല തടാകം അല്ലെ. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് ഇത് വൈന്തല തടാകം. ഏത് ജില്ലയിലാ? തൃശ്ശൂർ ജില്ല അല്ലെ. തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാ? ശാസ്താംകോട്ട, വെള്ളായണി, പൂക്കോട്, എനമാക്കല്, ഇതൊക്കെ എന്താണ്? ശുദ്ധജല തടാകങ്ങൾ അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ ഏതാ? ശാസ്താംകോട്ട. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാ? വെള്ളായണിക്കായൽ അല്ലെ. കേരളത്തിലെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് ഇത് വെള്ളായണിക്കായൽ. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് ഇത് മാനാഞ്ചിറ തടാകം. കേരളത്തിലെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ചോദിച്ചാൽ ഏതാ? അത് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് ഇത് പൂക്കോട് തടാകം. പൂക്കോട് എവിടെയാ? വയനാട് ജില്ലയിൽ അല്ലെ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ചോദിച്ചാലും ഏത് തന്നെയാ? പൂക്കോട് തടാകം അല്ലെ. കബനി നദിയുടെ പോഷക നദിയായ പനമര നദിയുടെ ഉത്ഭവം എവിടെയാ? പൂക്കോട് തടാകത്തിലാണ് അല്ലെ. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു റംസാർ കൺവെൻഷൻ നടന്നില്ലേ. കേരളത്തിൽ നിന്ന് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കായലുകൾ ഏതൊക്കെയാ? അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട് അല്ലെ. അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാടാണ് കേരളത്തിൽ നിന്ന് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കായലുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ചോദിച്ചാൽ ഏതാ? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ചോദിച്ചാൽ ഏതാ? വേമ്പനാട്ട് കായലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. കേരളത്തിലെ നദികളെ സംബന്ധിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ നദികളെ സംബന്ധിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമുക്കറിയാം കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളാണ് കേരളത്തിൽ അല്ലേ. അതിൽ 41 നദികൾ എങ്ങോട്ടാ ഒഴുകുന്നത്? 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ എങ്ങോട്ടാ? കിഴക്കോട്ടുമാണ് അല്ലെ. 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നതിൽ അത് ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ അല്ലെ. കബനി, ഭവാനി, പാമ്പാർ ഈ 3 നദികളാണ് എങ്ങോട്ട് ഒഴുകുന്നത്? കിഴക്കോട്ട് ഒഴുകുന്നത്. ഇനി ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ എന്താ? നദികളെ സംബന്ധിച്ചിട്ട് ശരിയായത് കണ്ടെത്താം അല്ലെ. പമ്പ കിഴക്കോട്ടാണോ? തെറ്റാ അല്ലെ. കിഴക്കോട്ട് ഒഴുകുന്നത് ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. വേറൊന്നും എങ്ങോട്ട് ഒഴുകുന്നില്ല, കിഴക്കോട്ട് ഒഴുകുന്നില്ല. പാമ്പാറ് പടിഞ്ഞാറോട്ട് തെറ്റാണ്, നമുക്കറിയാം കിഴക്കോട്ടാന്ന് ഇപ്പോൾ പറഞ്ഞു. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് ശരിയാണ്. പെരിയാറ് കിഴക്കോട്ട് തെറ്റാണ്. അപ്പോൾ ശരിയായത് ഏത് മാത്രമേ ഉള്ളൂ? 3 മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ അല്ലെ. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? പെരിയാർ നദി. എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ട്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ചോദിച്ചാലും ഏത് തന്നെയാ? പെരിയാർ നദിയാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും ഏതാ? പെരിയാറാണ്. ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദി ചോദിച്ചാലും ഏതാ? പെരിയാറാണ് അല്ലെ. ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദി ചോദിച്ചാലും ഏതാ? പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുടെ കേരളത്തിലെ നദിയാണ് ഏത്? പെരിയാർ. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? ഇടുക്കിയിലൂടെയും എറണാകുളത്തൂടെയും ഒഴുകുന്ന നദിയാണ് ഏത്? പെരിയാർ. പെരിയാറിന്റെ പതനസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എവിടെയായിരുന്നു? വേമ്പനാട്ടുകായൽ അല്ലെ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ചോദിച്ചാൽ ഏതാ? പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ചോദിച്ചാൽ ഏതാ? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി നമ്മൾ പറഞ്ഞു പെരിയാറാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാ? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴ അല്ലെ. 16 കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായിട്ടുള്ള മഞ്ചേശ്വരം പുഴ ഒഴുകുന്നത്. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ഏതാ? കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചാൽ കബനിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ പാമ്പാറാണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ ഏതാ? രാമപുരം നദിയാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ചോദിച്ചാൽ ഏതാ? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ചോദിച്ചാൽ ഏതാ? നെയ്യാർ അല്ലെ. നെയ്യാറാണ്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ നദി ഏതാ? ഭാരതപ്പുഴ അല്ലെ. എത്ര കിലോമീറ്ററാ? 209 കിലോമീറ്റർ. എവിടുന്നാ ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഇത് ഭാരതപ്പുഴ. ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലൂടെയാണ് ഏതൊഴുകുന്നത്? ഭാരതപ്പുഴ ഒഴുകുന്നത് അല്ലെ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് ഏതാ? ശോകനാശിനി പുഴ അല്ലെ. അങ്ങനെ ആരാ വിശേഷിപ്പിച്ചത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ വിശേഷിപ്പിച്ചതാണ് ഏത്? ശോകനാശിനി പുഴ അല്ലെ. നിള എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? ഭാരതപ്പുഴ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാ?
പി കുഞ്ഞിരാമൻ നായർ. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടതും ഏത് തന്നെയാ? ഭാരതപ്പുഴയാണ് അല്ലെ. ഏതൊക്കെയാ പോഷക നദികൾ? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴയൊക്കെ ഏതാ? ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. മാമാങ്കം നടന്നിരുന്ന നദീതീരം ചോദിച്ചാലും ഏത് എഴുതണം? ഭാരതപ്പുഴ എഴുതണം അല്ലെ. ഇനി ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാ? അത് നമ്മുടെ അറബിക്കടലിലാണ്. അപ്പൊ ഇത്രയും ഫാക്റ്റും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. ഇനിയുണ്ട് വേറെ നദികളൊക്കെ ഇല്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം ഇനിയുള്ള ആളുകൾ. ഇനി 37ാമത്തെ ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1 മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലെ. ഇത് SCRT ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഭാഗവുമാണ്. നമുക്കറിയാം ഭൂപ്രകൃതി അനുസരിച്ചുകൊണ്ട് കേരളത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3 എണ്ണമായിട്ടാണ് തിരിച്ചത് അല്ലെ. ഏതൊക്കെയാ? മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% ഏത് തന്നെയാ? മലനാട് അല്ലെ. 48% മലനാടാണ്. കേരളത്തിന്റെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് ഭാഗത്ത് അല്ലെ. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് മലനാടാണ് അല്ലെ. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കേരളത്തിന്റെ ഭൂവിഭാഗം ചോദിച്ചാലും ഏതാ? മലനാടാണ്. കേരളത്തിന്റെ മലനാടിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ എത്രയാ? 900 മീറ്റർ അല്ലെ. 900 മീറ്റർ. കേരളത്തിലെ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ചിലപ്പോൾ ചോദിക്കാം. ഏതാ? തേയില, കാപ്പി, ഏലം ഒക്കെ അല്ലെ. തേയില, കാപ്പി, ഏലം. നമ്മൾ പറഞ്ഞു പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കേരളത്തിലെ പ്രദേശമാണ് ഇത് മലനാട് എന്ന് പറയുന്നത് അല്ലെ. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ചോദിച്ചാൽ ഏതാ? പിന്നെ ആനമുടി. രണ്ടാമത്തെ കൊടുമുടി ചോദിച്ചാൽ ഏതാ? മീശപ്പുലിമല. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ചോദിച്ചാൽ ഏതാ? ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ചോദിച്ചാൽ ഏതാ? അതും ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള ആനമുടിയുടെ ഉയരം ചോദിച്ചാൽ എത്രയാ? 2695 മീറ്റർ കേട്ടോ. 2695 മീറ്റർ ആണ്. ഇനി നമുക്കറിയാം കേരളത്തിന്റെ 48% നമ്മൾ മലനാടാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ആകെ വിസ്തൃതി എത്ര ശതമാനമാണ് ഇടനാടെന്ന് ചോദിച്ചാൽ എത്രയാ? 42% ഇടനാട് അല്ലെ. ഇടനാട് എന്ന് പറയുന്നത് എത്രയാ? 42%. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചോദിച്ചാൽ ഏതാ? ലാറ്ററൈറ്റ് മണ്ണ് അല്ലെ. ലാറ്ററൈറ്റ് മണ്ണ്. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന കുന്നുകളുണ്ട്. ഏതാ? ലാറ്ററൈറ്റ് കുന്നുകൾ അല്ലെ. ലാറ്ററൈറ്റ് കുന്ന് അല്ലെങ്കിൽ എന്താ? ചെങ്കൽ കുന്നുകൾ എന്ന് പറയും അല്ലെ. ചെങ്കൽ കുന്നുകളാണ്. കേരളത്തിന്റെ ഇടനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഓർത്തു വെക്കുക. നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക. കേരളത്തിന്റെ ഇടനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളാണ് ഇതൊക്കെ. നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക എന്ന് പറയുന്നത്. ഇനി കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം? തീരപ്രദേശം 10% കേട്ടോ. 10% ഏതാ? തീരപ്രദേശമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഏത്? തീരപ്രദേശം. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണെങ്കിൽ ഏതാ? അത് ഇടനാട്. 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ ഏതാ? അത് മലനാട് കേട്ടോ. മലനാട്. അപ്പോൾ 0 മുതൽ 7.5 മീറ്റർ വരെ ഉയരത്തിലുള്ളത് ഏതാ? തീരപ്രദേശം. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഇടനാട്. 75 മീറ്ററിന് കൂടുതലാണെങ്കിൽ ഏതാ? അത് മലനാട് അല്ലെ. മലനാടാണ്. ഇനി തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ് ഏതൊക്കെ? നെല്ലും തെങ്ങും അല്ലെ. തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ് ഏതൊക്കെ? നെല്ലും തെങ്ങും. ചാകരക്ക് പ്രസിദ്ധമായ കടപ്പുറം ഏതാ? ആലപ്പുഴ അല്ലെ. പുറക്കാട് ചാകരക്ക് പ്രസിദ്ധമായ കടപ്പുറം ചോദിച്ചാൽ പുറക്കാട് കടപ്പുറമാണ്. ഏത് ജില്ലയിലാ? ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഏത്? കുട്ടനാട് അല്ലെ. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം കൂടിയാണ് ഏത്? കുട്ടനാട്. കുട്ടനാട് ഓർത്തു വെക്കുക. അതേപോലെ കേരളത്തിൽ എത്ര ജില്ലകൾക്ക് കടൽ തീരമുള്ളത്? 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്. കടൽ തീരമില്ലാത്ത ജില്ലകൾ 5 എണ്ണമാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് അല്ലെ. 5 ജില്ലകൾക്ക് എന്തില്ല? കടൽ തീരമില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചിട്ടുണ്ട്. ഏതാ? കണ്ണൂർ. ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാ? കൊല്ലം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാ? ചേർത്തല അല്ലെ. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് ഏത്? തൃശൂർ കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാ? മുഴപ്പിലങ്ങാട് ബീച്ച് അല്ലെ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചോദിച്ചാൽ ഏതാ? മുഴപ്പിലങ്ങാട് ബീച്ച്. എവിടെയാ? കണ്ണൂർ ജില്ലയിൽ. ഇനി കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ചോദിച്ചാൽ ഏതാ? അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ചോദിച്ചാൽ ഏതാ? അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് ആണ് അല്ലെ. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നത്? കോൾ നിലങ്ങൾ എന്നറിയപ്പെടാറില്ലേ. ഓർത്തു വെക്കുക.
സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങൾ ഏതാ? കോൾനിലങ്ങളാണെന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാ? തൃശ്ശൂരും മലപ്പുറവും ആട്ടോ. തൃശ്ശൂരും മലപ്പുറവുമാണ്. ഇനി അടുത്തത് തിരുവല്ലപ്പപ്പൻ. അത് നമുക്ക് വേണ്ട, അത് നമ്മളെ സ്പോർട്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചതാ. ഇനി അടുത്ത് നോക്കുക, കേരളത്തിലെ തെക്ക് പടിഞ്ഞാറ് മൺസൂണിനെ സംബന്ധിച്ചിട്ട് പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ മൺസൂണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ പ്രസ്താവന എന്താ? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അല്ലെ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഏത്? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അല്ലെ, ശരിയാണ്. ഇടവപ്പാതി എന്ന് അറിയപ്പെടുന്നുണ്ട്, തുലാവർഷം എന്ന് അറിയപ്പെടുന്നില്ല. തുലാവർഷം എന്ന് അറിയപ്പെടുന്നത് ഏതാ? വടക്ക് കിഴക്കൻ മൺസൂണാണ് ഇത് തുലാവർഷം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 1ഉം 2ഉം മാത്രമേ എന്തുള്ളൂ ശരിയായിട്ടുള്ളൂ. പുറത്തു കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖലയാണ് ഇത് ഉഷ്ണമേഖല അല്ലെ. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ചോദിച്ചാൽ ഏതാ? ഉഷ്ണമേഖലയാണ്. കേരളത്തിൽ 4 തരം കാലാവസ്ഥകളുണ്ട് അല്ലെ. ഏതൊക്കെയാ? ശൈത്യകാലം, വേനൽക്കാലം, ഇടവപ്പാതി, തുലാവർഷം. ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാ? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇത് ശൈത്യകാലം അനുഭവപ്പെടുന്നത്. വേനൽക്കാലമാണെങ്കിൽ ഏതാ? മാർച്ച് മുതൽ മെയ് വരെ കേട്ടോ. വേനൽക്കാലം ഏതാ? മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്ന മാസമാണ് ഇത് ഇടവപ്പാതി, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്നറിയപ്പെടുന്നു. തുലാവർഷം ഏതാ? വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നതാണ് ഇത് തുലാവർഷം. ഒക്ടോബർ മുതൽ നവംബർ വരെ മാസങ്ങളിൽ അല്ലെ, ഒക്ടോബർ മുതൽ നവംബർ മാസങ്ങളിൽ ലഭിക്കുന്ന മഴയാണ് ഇത് തുലാവർഷം എന്നറിയപ്പെടുന്നത്. അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഈ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? നമ്മുടെ കേരളം. മൺസൂൺ എന്ന വാക്കിന്റെ ഉൽപ്പത്തി ഏത് ഭാഷയിൽ നിന്നാ? അറബി അല്ലെ, അറബി ഭാഷയിൽ നിന്നുണ്ടായതാണ് ഇത് മൺസൂൺ എന്നത്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം ചോദിച്ചാൽ എത്രയാ? 300 സെന്റിമീറ്റർ അല്ലെ. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം ചോദിച്ചാൽ എത്രയാ? 300 സെന്റിമീറ്റർ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതാ? കാലവർഷമാണ്, അല്ലെങ്കിൽ ഇടവപ്പാതിയാണ്, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലഘട്ടത്തിലാണ്. ഇതൊക്കെ ഒറ്റ കാലഘട്ടമാണ്. കാലവർഷം, ഇടവപ്പാതി, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. ഇതൊക്കെ ഏത് മാസാ? നമ്മുടെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അറിയപ്പെടുന്ന മാസം. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അറിയപ്പെടുന്നതാണ് ഇതൊക്കെ കാലവർഷം, ഇടവപ്പാതി എന്നൊക്കെ കേട്ടോ. കേരളത്തിൽ ഇടവപ്പാതി കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ, അതായത് ഇടവപ്പാതി കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ ചോദിച്ചാൽ 200 സെന്റിമീറ്റർ കേട്ടോ. കേരളത്തിൽ ഇടവപ്പാതി കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ എത്ര? 200 സെന്റിമീറ്റർ ആണ്. കേരളത്തിൽ മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നത്? മാംഗോ ഷവർ അല്ലെ. മൺസൂണിന് മുമ്പ് കേരളത്തിലുള്ള വേനൽ മഴ അറിയപ്പെടുന്ന ഏത് പേരില്ല? മാംഗോ ഷവർ ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം അല്ലെ. തുലാവർഷ കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ എത്രയാന്ന് ചോദിച്ചാൽ എത്രയാ? 50 സെന്റിമീറ്റർ അല്ലെ. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന ഏതാ? ലക്കിടി അല്ലെ. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. ലക്കിടി എവിടെയാ? വയനാട് ജില്ലയിൽ കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ചോദിച്ചാൽ ഏതാ? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ പുനലൂർ. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണെങ്കിൽ പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ചോദിച്ചാൽ ഏതാ? പുനലൂർ കേട്ടോ. പുനലൂരാണ്. ഇനി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാ? ജൂലൈ മാസം അല്ലെ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണെങ്കിൽ അത് ജനുവരിയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ചോദിച്ചാൽ കോഴിക്കോട്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരം. കേരളത്തിന്റെ മഴ നിഴൽ പ്രദേശം ഏതാ? ചിന്നാർ അല്ലെ. ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചോദിച്ചാൽ ഏതാ? നേര്യമംഗലം കേട്ടോ. എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. ഇനി അവസാനത്തെ ചോദ്യമാണ്, നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ല അല്ലെ. ഇടുക്കി ജില്ലയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കാം.